എന്നോടുണ്ടല്ലോ നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ മെനക്കെട്ട അച്ചാറൊന്നും ഇടാറില്ല, ഭയങ്കര ഈസി അച്ചാറാണ് കേട്ടോ എപ്പോഴും. അപ്പോൾ നമ്മൾ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കുക, ഇച്ചിരി ഉലുവ അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇതാ പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം ഞാനിവിടെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ, ഒരു 2 ബൗൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 10 രൂപയുടെ ഈ പിക്കിൾ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, അത് 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി പൗഡർ 1 ബൗൾ മതി കേട്ടോ, ഒരു 3-4 സ്പൂൺ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഒരു വലിയ കപ്പിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത്രയും തന്നെ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഉപ്പിലിട്ട് നമ്മുടെ നെല്ലിക്കനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിലിടാത്തതാണെങ്കിൽ ആവി കയറ്റണം എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് തിളപ്പിച്ചിട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നെല്ലിക്ക അച്ചാർ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയിൽ കാണാം. ലാസ്റ്റായിട്ട് ഇച്ചിരി ശർക്കരയുടെ വെള്ളം കൂടി 1 സ്പൂൺ കേട്ടോ, വലിയ സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പീസാണെങ്കിൽ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കുക, പഞ്ചസാരയാണെങ്കിൽ 1 സ്പൂൺ കേട്ടോ.